നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് നാഷണൽ മീഡിയയിലൊക്കെ വളരെ ശക്തമായി കാണുന്ന കാര്യമാണ് മീ ടു ക്യാമ്പയിനുകൾ. മോസ്റ്റ്ലി സ്റ്റാർട്ടഡ് ബൈ ആക്ട്രസസ്. നമ്മൾ സിനിമയുടെ മുഖമായി പറയപ്പെടുന്നത് നടനും നടിയുമായിരിക്കുമ്പോൾ നടിമാർ ഫേസ് ചെയ്യുന്ന ഒട്ടനവധി ഇഷ്യൂസിൻ്റെ ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വരുന്ന ഇഷ്യൂസിനെ ആസ് എ ഗ്രൂപ്പ്, ആസ് എ ഫ്രട്ടേണിറ്റി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നത്? ഇത് വരാനിരുന്ന ഒരു സാധനമാണ്. കാര്യം ഇതിലെ ഒരു വെൻറ്റിങ് ദർ ഈസ് നോ സിസ്റ്റം ടു ഡീൽ വിത്ത് ദിസ്. അതാണ് ഞങ്ങൾ ഈ WCC ഫോം ചെയ്ത സമയം, വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, ദിസ് വാസ് വൺ ഓഫ് അവർ മെയിൻ problems, that there is no way for women. Of course, the whole issue that happened and all that was the main thing that brought us together. പക്ഷേ നമ്മുടെ മെയിൻ പ്രശ്നം, there is no way of complaints. Who do I go to if you have a problem, if she has a problem, if I have a problem of a sexual nature? There is no complaint mechanism at all. Now, ഇപ്പോൾ എല്ലാവരും പറയുക, ഓ പെണ്ണുങ്ങൾ ചുമ്മാ പറയുന്നു. ഇത് വരത്തില്ല. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ then and there you have the option to go and say, look, this has happened. This is one of the main demands that as WCC we are putting forth, that the industry as part of the whole modernization process has to have system. And this is the law of the land. According to the Justice Verma and the Vishaka guidelines, when there are more than 10 people working together, this has to be there. So I think we are just seeing at the moment the tip of the iceberg. There is going to be a lot of this, and I think this is unfortunately the way that the industry is going to learn, that we have to follow the law, that this is not a free for all, that women have rights, that women can ask questions, and if there are those questions, there should be somewhere to, you see, the IT industry has a very robust system. എല്ലാ കമ്പനിയിലെ they have complaint mechanism ഉണ്ട്, redressal mechanism. Yeah, redressal. There are ways to, there are negotiations. You try and solve the issue. Sometimes you see it is a very slippery slope. ബാലചേച്ചി, ഇതേ വിഷയത്തിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ നാഷണൽ ലെവലിൽ മീ ടു ക്യാമ്പയിനുകൾ കാണുന്നു, അതിൻ്റെ വേവ്സ് കേരളത്തിലും എത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾക്ക് മാഡം ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വൈശാഖ ഗൈഡ് ലൈൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്നുള്ളത് തോന്നിയിട്ടുള്ളത്? ഈ മീ ടു ക്യാമ്പയിൻ ഇന്ത്യയിൽ വന്നു കഴിയുമ്പോഴത്തേനും ആരെയാണോ നമ്മളെ അക്യൂസ് ചെയ്യുന്നത്, ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അവരാരും തന്നെ ഇങ്ങനെ ഒരു സംഭവമേ ഉള്ളതായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മളിപ്പോൾ കാണുമ്പോൾ സ്ത്രീകൾക്കെല്ലാം അറിയാം, നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ഇത് കരയുന്നു പറയുന്നു. ഇപ്പം ഇവർ അതിനകത്ത് ഓരോരുത്തരുടെയും യൂട്യൂബിൽ പോയിട്ട് റിയാക്ഷൻസ് എപ്പോഴെങ്കിലും അവർ പറയുകയാണെങ്കിൽ അവർക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ആർക്കും ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നം, ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയാനാണ് എല്ലാവർക്കും അവരുടെ ഒരു താല്പര്യം. അപ്പോൾ ഇതെല്ലാം ഒരു കെട്ടുകഥയാണ്. ഈ ഒരു കെട്ടുകഥ പറയുന്ന കുറേ സ്ത്രീകൾ, അത് ആദ്യം 1-2 വോയിസസ് ആയിരുന്നപ്പം അവരെ ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ അവർ കുഴപ്പമാണ് അതുകൊണ്ടാണ് എന്ന് പറയായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ വരുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ അതിലും വലിയൊരു ഔട്ടർ ലെയർ വരുന്നു, അവരെല്ലാം ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിനകത്ത് ആദ്യം എല്ലാവരും ചെയ്യേണ്ട ഒരു മിനിമം മര്യാദ എന്ന് പറയുന്നത് ഇതുണ്ട് എന്ന് അംഗീകരിക്കണം. അത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വേറൊരു ഹ്യൂമൻ ബീയിങ്ങിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സ്നേഹമോ അല്ലെങ്കിൽ അവരോടുള്ള ഒരു ആക്സെപ്റ്റൻസോ ആണ് മീ ടു എന്ന് പറയുന്നതിൽ. കാരണം ഇത് സിനിമയിൽ ഒരു സ്ത്രീ പോകുമ്പോൾ അവരുടെ വീട്ടുകാർക്കോ സമൂഹത്തിനോ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വേറെ ഒരു ജോലിയിലും സെക്ഷുവൽ ഫേവേഴ്സ് ചോദിക്കില്ല. ചോദിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഇത്രയും ഒരു ഹയർ സൈഡിൽ നമ്മൾ സ്ത്രീകള് നമ്മൾ ചെല്ലുമ്പോഴത്തേനും വർക്ക് സ്പേസിൽ ഇത്തരത്തിലുള്ള സെക്ഷൽ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ സെക്ഷുവൽ ഫേവേഴ്സ്, ലെറ്റ് ബി കറക്റ്റ്, സെക്ഷുവൽ ഫേവേഴ്സ് ജോലിയുടെ ഭാഗമായി തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ റോള് തരികയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷണൽ സ്പേസിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു ഡിമാൻഡ് ചെയ്യുന്ന വർഷങ്ങളായിട്ട് പ്രൈവറ്റ് ടോക്സിൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഹോളിവുഡ് തൊട്ട് ബോളിവുഡ് തൊട്ട് എല്ലാ ഇൻഡസ്ട്രികളും എന്ന് ആദ്യം എല്ലാവരും
വളരെ കൃത്യമായിട്ട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അംഗീകരിച്ചാൽ തന്നെ പാതി പ്രശ്നം ഇതിനകത്ത്. കാരണം ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റും? ഇത് കൂടി കൂടി വരികയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം വരുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും പ്രൈവറ്റ് ടോക്സിൽ മാത്രമേ പറയുള്ളൂ. അതിനകത്ത് കാരണം എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി ഇവരുടെ മേലെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റിഗ്മ. ഇത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവരുടെ ജീവിതം അയ്യോ അവര് മാത്രമാണ് മോശം, ബാക്കിയുള്ളവരെല്ലാവരും നല്ല ആൾക്കാർ എന്നുള്ള ഒരു ലൈനിൽ ബാക്കി സ്ത്രീകൾ തന്നെ പറയും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുണ്ടാവുന്ന ഡിപ്രഷൻ, മെൻ്റൽ ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ജനറേഷന് തന്നെ താങ്ങാൻ പറ്റാതെ വരുമ്പോൾ പോകുന്ന ഒരു ഔട്ട്ക്രൈ അല്ലെങ്കിൽ ഒരു നിസ്സഹായാവസ്ഥയിൽ നിന്നും വരുന്ന ഒരു സാധനമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലോ അവൾ തന്നെ എൻ്റെ അടുത്ത് വന്നു, അവൾ തന്നെ എൻ്റെ അടുത്ത്. ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദ മാൻ ഡൂയിങ്? ഡസൻറ്റ് ഹി ഹാവ് ഏജൻസി? ഐ ആം mature man, I am 60 years old, one young girl is coming to sleep with me, ഉടനെ എനിക്ക് അത് ചെയ്യണോ? എനിക്ക് ഒരു ഏജൻസി ഇല്ലേ, എനിക്ക് ഒരു ഇതില്ലേ, വില്ലില്ലേ? സോ ദിസ് ഈസ് ദ പ്രോബ്ലം, ദാറ്റ് ഓൾവേസ് ബ്ലേമിങ് ദ ഗേൾ. പിന്നെ ഇതിനകത്ത് നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് എപ്പോഴും ഇതിന്റെ മാർജിൻസ് ഭയങ്കര ഇതായിരിക്കും. കാരണം പ്രേമം എന്ന് പറയുന്ന ഒരു സാധനം ഇതിനെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? വർക്ക് സ്പേസിലെ വരുന്ന ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ പ്രേമത്തിനെ നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പം ചില സ്ത്രീകളെ ജോലിക്ക് എടുക്കാനൊക്കെ പറയുമ്പോൾ തന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ പറയും ഒരു സ്ത്രീ ആയിരിക്കും ഒരുപാട് ഗ്രൂപ്പിന്റെ ഇടയിൽ. അപ്പൊ അവര് ചിലരൊക്കെ പറയുന്നേക്ക അയ്യോ വേണ്ട ഈ പ്രേമം എന്ന് പറയുന്ന സാധനത്തിന്റെ ഇടയിൽ മാനേജ് ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സ്ത്രീയെ മാറ്റി നിർത്തുക, അപ്പം അതില്ലാതാവുക. പിന്നെ അതുപോലെ തന്നെ ഇത് അക്യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ ഭാഗത്ത് കൺസെന്റ് ഉണ്ടായിരിക്കാം, മ്യൂച്വൽ കൺസെന്റ് ഉണ്ടായിരിക്കാം. പക്ഷെ എവിടെയെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കൺസെന്റ് ഇല്ലാതാവാം. അപ്പൊ ഇങ്ങനത്തെ കുറേ ബോർഡർ പിന്നെ വെച്ചാൽ പവറിനോടുള്ള ഒരു ആരാധന നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ഹയർ പവറിലുള്ള നിൽക്കുന്നത് ഏത് സ്പേസിലായാലും അത് ആണുങ്ങൾക്കുണ്ടാവാം. ഇപ്പോൾ the Vishakha guidelines, it is not perfect. There is a slippery slope of consent. There is the whole problem of who is this. But when there is a system available, why is that system not followed? This is my question, and this is, I think, the question that WCC, all of us are asking together, that why is that system not put into place? Why is it that we find no place that we can go and talk to? ഇപ്പോൾ ഈ ബിശാഖയുടെ ഒരു കമ്മിറ്റി ഒക്കെ നോക്കിയാൽ there are social workers, there are co-workers, there are men. It's not only women. And that system, if it is implemented, at least some part of this problem can be addressed. സിനിമാ രംഗത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്ക് പ്രിയങ്കയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കാണാം. മറ്റുള്ള മേഖലയെ അപേക്ഷിച്ച് ഇപ്പോൾ അഭിനയമല്ലാതെ അഭിനയം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി തീരുമ്പോഴത്തേക്ക് നമ്മുടെ ജോലി കഴിഞ്ഞു, പിന്നെ ഡബ്ബിങ്ങിന് പോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ സാങ്കേതികമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അവരുടെ പ്രീ പ്രൊഡക്ഷൻ മുതൽ ആ സിനിമയുടെ കൂടെ ഉണ്ടാവണം, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നിടം വരെ ഒരുപാട് യാത്രകളുണ്ടാവും. ഈ പറഞ്ഞ പോലെ അവരുടെ താമസം, സേഫ്റ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവാം. തീർച്ചയായിട്ടും അവരുടെ സാമൂഹികമായ ചുറ്റുപാട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അവരൊരു കംഫർട്ട് സോണിലായിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം കുറച്ചുകൂടെ ബോൾഡാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായ തീരുമാനമെടുക്കാൻ പറ്റുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിൽ അവരവരുടെ കാര്യങ്ങളെ തീരുമാനമെടുത്ത് സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സിനിമ നല്ലൊരു മേഖല തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.